അല്ല ഈ കാര്യമൊക്കെ പറഞ്ഞില്ലേ എന്റെ പൊന്നരുണെ, കത്തടക്കം കൊടുത്തില്ലേ? നീ എന്താ നിലപാട് വ്യക്തമാക്കാൻ എന്താ ബാക്കി? ഞാൻ മലയാളം ഈ പറഞ്ഞത്. മുന്നണിയിലെടുക്കണമെന്നുള്ള നിലപാടിൽ മുന്നോട്ട് പോകണം. ഏത് മുന്നണിയില്? അതിനല്ല കത്ത് കൊടുത്ത് കാത്തു നിൽക്കണം മാഷേ. മുരളീധരൻ വിളിക്കുന്നു, രമേശ് വിളിക്കുന്നു, സുധാകരൻ വിളിക്കുന്നു, ഇവരൊക്കെ കോൺടാക്ട് ചെയ്യുന്നു. പക്ഷെ വി.ഡി. സതീശൻ മാത്രം താങ്കളെ ബന്ധപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. താങ്കൾ പലതവണ അദ്ദേഹത്തെ ഞാനൊന്ന് ചോദിക്കട്ടെ, അദ്ദേഹത്തെ ആണല്ലോ UDF ചുമതലപ്പെടുത്തിയിട്ടുള്ളത് എന്നോട് സംസാരിക്കാൻ. അപ്പം എന്നോട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിച്ച കാര്യം പുറത്തു പറയണ്ടേ? അതിനാണല്ലോ അദ്ദേഹത്തെ ഡിക്ലെയർ ചെയ്യാനല്ലോ അദ്ദേഹത്തെ ഏൽപ്പിച്ചത്. ഈ നിമിഷം വരെ ഇല്ലല്ലോ. ഒരുപാട് വലിയ മണ്ഡലത്തിലുണ്ടെന്ന് പറഞ്ഞു പാർട്ടി സെക്രട്ടറി സംസ്ഥാന നേതാവ്. എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം, താങ്കൾ നിലമ്പൂരിൽ മത്സരിക്കുന്നു. അതൊക്കെ അത് 2 ദിവസം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ നാളെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഉണ്ട്, മറ്റന്നാള് സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്. അതിലെ തീരുമാനം. അതിന്റെ മുമ്പ് ഈ പറയുന്ന കേസുമായി ബന്ധപ്പെടാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. കേസിൽ പ്രതീക്ഷയുണ്ട്. കേസിൽ പ്രതീക്ഷ ഇല്ലാതിരിക്കുന്നത് എങ്ങനെയാ? ഈ ഇന്ത്യയിലെ മുഴുവൻ പാർട്ടി വിഷയങ്ങൾ മുഴുവൻ സെറ്റിൽ ചെയ്ത് കോൺഗ്രസിനൊരു മുഖം ഉണ്ടാക്കി കൊടുത്തു അദ്ദേഹം, അല്ലേ? അദ്ദേഹത്തിന് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടല്ലോ. അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ട്, അദ്ദേഹമായിട്ട് സംസാരിക്കും. ഇല്ല, ഈ വിഷയവുമായി ബന്ധപ്പെടാൻ ഇല്ല. ഞാനിപ്പോ ശ്രമിക്കുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിക്കുള്ളൂ. അദ്ദേഹത്തെ ബന്ധപ്പെടാൻ എനിക്കൊരു പ്രയാസമില്ല. ഇപ്പൊ ഈ പറയുന്നത് പോലെ രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോഴാണ് ഞാൻ സംസ്ഥാന ജില്ലാ വൈസ് പ്രസിഡന്റ് ആവുന്നത്. KC-യുടെ കൂടെ 5 വർഷം ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്. അന്ന് അദ്ദേഹം സ്റ്റേറ്റ് പ്രസിഡന്റാ. അദ്ദേഹം KSU സ്റ്റേറ്റ് പ്രസിഡന്റ് ആകുന്ന സമയത്ത് KSU എന്താ പറയാ മമ്പാട് കോളേജുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നല്ല ഇവരോടൊക്കെ ഉള്ള നല്ല സൗഹൃദം ഉള്ള വ്യക്തി തന്നെയാണ് ഞാൻ. എനിക്ക് എന്താ പറയാ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പൊളിറ്റിക്കൽ ബന്ധം വളരെ കുറവാണ്. കാരണം അദ്ദേഹം 2001-ലാണ് MLA ആയിട്ട് വരുന്നത്. നമ്മൾ 2004, 2005 കൂടിയിട്ട് എന്തായി DIC-യും ബാക്കിയുള്ളതായിട്ട് അവിടുന്ന് പോരുന്നുണ്ട്. അപ്പം 80 തൊട്ട് 2001 വരെയല്ലേ 20 കൊല്ലത്തെ ആ കാലഘട്ടത്തിലുള്ള ബന്ധങ്ങളാണ്. അന്ന് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലില്ല. അദ്ദേഹം 2001 തെരഞ്ഞെടുപ്പോട് കൂടിയിട്ടാണ് പ്രധാന രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ആ സമയമാകുമ്പോഴേക്കും എന്തായി നമ്മള് ഇപ്പുറത്തെത്തിയിട്ടുണ്ട്. അല്ല, അതിനി UDF തീരുമാനിക്കട്ടെ, നമുക്ക് നോക്കാം. വി.ഡി. സതീശൻ പറയുന്ന ഒരു കാര്യം, PV എന്നൂർ UDF-നും അതുപോലെ തന്നെ ആര്യാട് ചോക്കനും പിന്തുണ പ്രഖ്യാപിക്കട്ടെ, പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കട്ടെ. അപ്പോൾ അതിനുശേഷം മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അത് ഞാൻ KC സംസാരിക്കട്ടെ. ഇപ്പം രമേശ് ചെന്നിത്തലയും KS ബാലനടക്കം നിരന്തരം സംസാരിക്കുന്നു പറയുന്നു. അപ്പോൾ പലതവണ ഈ കത്ത് കൊടുത്തു, സംസാരിച്ചു, ഈ നിലപാട് വ്യക്തമാക്കാൻ വി.ഡി. സതീശനോട്. അപ്പൊ അദ്ദേഹം വ്യക്തിപരമായിട്ട് തീരുമാനമായിട്ട് തോന്നുന്നുണ്ടോ? UDF പൊതു തീരുമാനമല്ലാന്ന് തോന്നുന്നുണ്ടോ? ആര്? വി.ഡി. സതീശൻ ഇപ്പൊ പറയുന്നില്ല. അല്ല, അതിനെ പറ്റിയൊന്നും ഞാൻ പറയാനില്ല. എനിക്ക് ഇനി ബഹുമാനപ്പെട്ട KC-യെ കണ്ടതിന് ശേഷം അതിനെക്കുറിച്ച് ഞാൻ കമന്റ് ചെയ്യുള്ളൂ. KC-യുടെ തീരുമാനം വരുന്നവരെയും താങ്കൾ മത്സരിക്കാനുള്ള സാധ്യതകൾ നിൽക്കുകയാണ്. അല്ല, മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കാൻ 2-ാം തീയതി വരെ സമയമുണ്ടല്ലോ. ഈ തൃണമൂൽ ദേശീയ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് തൃണമൂൽ ദേശീയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ ഘടകകക്ഷിയാക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് എന്നാണ്. ആ ഒരു സാഹചര്യം ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? അത് KC-ആയിട്ട് സംസാരിക്കാമല്ലോ. അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ ഫോർവേഡ് ബ്ലോക്ക് അടക്കം പല സംഘടനകളും അപ്പുറത്ത് നിൽക്കുന്നതൊക്കെ ഇവിടെ ഒരുമിച്ചുണ്ടല്ലോ, അല്ലേ? എന്താണ് ഒരു പ്രവാസി കോൺഗ്രസ് അടക്കം. അപ്പൊ അതിലും താഴെയാണോ PV അൻവർ? അതാണല്ലോ അതിന്റെ അടിസ്ഥാനം. മാർക്കറ്റിൽ കൂട്ടാനേ പറ്റാത്ത ചൊറിയും ചിരങ്ങും പിടിച്ചൊരുത്തനല്ലേ അല്ലേ? അതാണല്ലോ. ആയിക്കോട്ടെ, അങ്ങനെയാണോ ഞാൻ എന്ന് എനിക്ക് KC-യോടൊന്നും ചോദിക്കണ്ടേ? അന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് UDF-മായി സഹകരിപ്പിക്കാം എന്നൊരു പരസ്യമായ അനൗൺസ്മെന്റ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്. അതൊക്കെ ഞാൻ KC ഇനി ആ കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും ഫൈനലായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ KC-യുമായി സംസാരിച്ചതിന് ശേഷമേ ഞാൻ അതിന്റെ മുകളിൽ തീരുമാനിക്കും. 15-ാം തീയതി വി.ഡി. സതീശനുമായി കൂടിക്കാഴ്ച നടത്തി, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപന ഡിക്ലറേഷൻ നടത്താമെന്ന് വി.ഡി. സതീശന് ഉറപ്പ് നൽകിയെന്ന് പറയുന്നു. പിന്നെ എന്തുകൊണ്ടാണ് വി.ഡി. സതീശൻ അതിൽ നിന്ന് പിന്നോട്ട് പോയെന്ന് കരുതുന്നത്? ഞാൻ പറഞ്ഞു വിശദീകരിക്കാം. അത് വിശദീകരിക്കേണ്ട ഘട്ടം ചിലപ്പോൾ വരും. വി.ഡി. സതീശൻ മാത്രമാണോ? ചിലപ്പോൾ വരും. മനസ്സിലായോ? എങ്ങനെ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി എന്നും എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയായി എന്നും PV അൻവറിനെ ഡിക്ലെയർ ചെയ്യാത്ത എന്താണെന്നൊക്കെ എനിക്കറിയാം. ഞാനിത് പറഞ്ഞ് കുളങ്ങരക്കാൻ നിൽക്കുന്നില്ല. വസ്തുതകൾ വെച്ചിട്ട് ഞാൻ സംസാരിക്കും കേരളത്തിലെ ജനങ്ങളോട്. ഇപ്പൊ എന്താണെന്നറിയോ? അത് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. കേരളത്തിലൊരു പൊതുസമൂഹം ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് പട്ടിണി കിടന്ന് പണിയെടുക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും കോൺഗ്രസിന്റെ പ്രവർത്തകരും
മറ്റു സംഘടനാ പ്രവർത്തകർ ഇവിടെ ഉണ്ട്. അവർ വലിയ നിരാശയിലും വേദനയിലാണ്. അവരുടെ നെഞ്ചത്തി ചവിട്ടാൻ ഞാൻ ഇപ്പില്ല. അതിന് വില കൽപ്പിക്കുന്നവനാണ് ഞാൻ, സാധാരണക്കാരായ പ്രവർത്തകർക്ക്, ആ UDFന്റെ പ്രവർത്തകർക്ക്. അതുകൊണ്ട് ഞാൻ ഇപ്പോ ഒന്നും ഞാൻ പറയുന്നില്ല. പറയേണ്ട ഘട്ടം വന്നാൽ എന്തുകൊണ്ടാണ് ഷൗക്കത്ത് സ്ഥാനാർത്ഥി ആവരുത് എന്ന് ഞാൻ പറഞ്ഞതും അതിന്റെ പ്രത്യാഘാതം എന്താണെന്നും എങ്ങനെയാണ് സ്ഥാനാർത്ഥി ആയത് എന്നും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ആരാണ് പറ്റിച്ചതെന്നും അതെങ്ങനെയാണ് പറ്റിച്ചതെന്നും ഒക്കെ പറയേണ്ട ഒരു ഘട്ടം വരുമ്പോൾ നോക്കാം. ഇത് പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, ഇതിലൊക്കെ ഒരു 8 മിനിറ്റ് ഞാൻ എന്താ, ഇത് ഒരു പ്രതിപക്ഷ നേതാവ് ഒരു കുറ്റക്കാരനാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോണ്ട. അദ്ദേഹം ഇതില് പൂർണ്ണമായും കുറ്റക്കാരനെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അദ്ദേഹത്തെ ഈ കുഴിയിൽ കൊണ്ടുപോയി ചാടിച്ച 1-2 ആളുകളുണ്ട്, മനസ്സിലായില്ലേ? അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു മേഖല വരുമ്പോൾ ഞാൻ നിലമ്പൂരിലെ ജനങ്ങളോട് പറയുന്നു, നിലമ്പൂരിലെ ജനങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ വേണ്ട, ഈ സാധുക്കൾക്ക് വേണ്ടി, ഈ മനുഷ്യർക്ക് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടിയിട്ട്, ഈ സമുദായത്തിന് വേണ്ടി സംസാരിച്ചിട്ടാണല്ലോ ഈ കോലത്തിൽ ഞാനായത്. ആ ജനങ്ങളോടാണ് എനിക്ക് ഇനിയും സംസാരിക്കാനുള്ളത്. അങ്ങനെ ഒരു ഘട്ടം വരുമ്പം പറയും, അത് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ. കേസുമായുള്ള ചർച്ചകൾ ഉൾപ്പെടെ ഒരു തീരുമാനത്തിലെത്തിയില്ലെങ്കിൽ മത്സരിക്കാനാണ് തീരുമാനം. ഒരു സംശയം കരുതണ്ട, TMCയുടെ സ്ഥാനാർത്ഥി ഉണ്ടാവും, മത്സരിക്കും. മമതാ ബാനർജി വരും, അവരുടെ മന്ത്രിമാര് വരും, അവരുടെ MP-മാര് വരും. പൊളിറ്റിക്സ് പച്ചയായിട്ട് നമ്മൾ പറയും, ജനങ്ങളുമായി സംവദിക്കും. ഒരു തർക്കവും കാര്യത്തിലില്ല. അല്ല, UDFൽ എടുത്തില്ലെങ്കിൽ മാത്രമല്ല, KCയുമായി സംസാരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട KC എന്ത് തീരുമാനമെടുക്കുന്നു, ഞങ്ങളോട് നീതി പുലർത്തുകയാണെങ്കിൽ, അതല്ല ചൊറി പിടിച്ച അനുവരണ വേണ്ട എന്നാണ് അവരുടെ തീരുമാനമെങ്കിൽ ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങും, ജനങ്ങളോട് പറയും. പൊന്നാര മാഷേ, ഇതല്ലേ ഈ പറയുന്നത്, നിങ്ങൾ ഈ പറഞ്ഞെന്നെ പറയിക്കല്ലേ, കേസിനെ കണ്ടിട്ടത് പറയുന്നില്ലേ? സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ഉറപ്പ് നേരത്തെ UDF നേതൃത്വം തന്നിരുന്നു. നിങ്ങൾ ആരെയും സ്ഥാനാർത്ഥിയാക്കും, നിങ്ങളെ നിലപാടിൽ ഉറച്ചു നിൽക്കല്ലേ? പബ്ലിക്കിന്റെ ഇടയിൽ ഞങ്ങൾക്ക്, കോൺഗ്രസിന്റെ ഇടയിൽ ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്. നിങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്ത പോലെയായി. ഞാൻ ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചില്ല, പക്ഷെ അങ്ങനെ ആയിപ്പോയി. അങ്ങനെയാണല്ലോ ഇന്നത്തെ നമ്മളെ സോഷ്യൽ മീഡിയയും സംവിധാനങ്ങളും. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ഞാൻ പറഞ്ഞുകൊണ്ട് ആരെ തീരുമാനിച്ചാലും ഞാൻ പിന്തുണക്കുമെന്ന്. പക്ഷേ കോൺഗ്രസ് നേതാക്കളിൽ പലരും തന്നെ പറയുന്നത്, ഈ യോഗത്തിലൊക്കെ പറഞ്ഞതും ഔട്ട്സ്പോക്കൺ ആണ് ഈ PV അൻവർ. അല്ല, ഔട്ട്സ്പോക്കണിന്റെ കാര്യം ഇപ്പം വിശദീകരിച്ചല്ലോ. അതുകൊണ്ട് ഐ ആം ആൻ ഔട്ട്സ്പോക്കൺ പേഴ്സൺ, ഐ ആം സ്പീക്കിംഗ് ഫോർ ദ പബ്ലിക്. അതാണല്ലോ പ്രശ്നം. ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണ് എന്റെ പ്രശ്നം. അപ്പൊ ഞാൻ ഔട്ട്സ്പോക്കൺ ആണെന്നുള്ളൊരു നരേഷൻ ആരാ ഉണ്ടാക്കി വെക്കുന്നത്? നമ്മൾ ഈ പറയുന്ന ഗവൺമെന്റിനെതിരെ പറയാൻ പാടില്ല, ചില കാര്യങ്ങൾ മിണ്ടാൻ പാടില്ല. ജനങ്ങൾ എന്ത് സഹിച്ചാലും ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം അതെനിക്ക് സാധിക്കുന്നില്ല. അതാണ് എന്റെ പ്രശ്നം. യെസ്, ഐ എം എ ഔട്ട്സ്പോക്കൺ പേഴ്സൺ. അല്ല, പക്ഷെ അത് മുന്നണിക്കുള്ളിൽ ഒതുങ്ങുമോ? പണ്ട് PC ജോർജിന്റെ ഒക്കെ അനുഭവം UDFിനുള്ളതാണ്. PC ജോർജ് അത് വിട് നിങ്ങൾ. അല്ല, PC ജോർജ് ഞാൻ കുറെ കാലമായി നിങ്ങൾ PC ജോർജ് അവന് ഞാനിട്ട് എന്താ ബന്ധം? അല്ല, അതുപോലെ എന്താ ബന്ധം നിങ്ങൾ പറ. ഞാൻ സംസാരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടാ. PC ജോർജ് സംസാരിച്ചിരുന്ന അവന്റെ കാര്യമാണ്. അല്ല, അതൊക്കെ ഇപ്പൊ ഇങ്ങനെ പറയാൻ പറ്റുമോ നിങ്ങളോട്? ഇനി വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിർത്തുന്നു. ഞാൻ ഒറ്റ കാര്യം ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ബഹുമാനപ്പെട്ട KC വേണുഗോപാലിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു. UDFന്റെ ഘടകകക്ഷി നേതാക്കളിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു. ആ UDF സംവിധാനത്തിന്റെ ലീഡർഷിപ്പിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു. ആ കാര്യങ്ങൾ ഞാൻ ബഹുമാനപ്പെട്ട KCയും ബഹുമാനപ്പെട്ട തങ്ങൾ സ്ഥലത്തില്ല ബഹുമാനപ്പെട്ട കുഞ്ഞാടി സാഹിബുമായി സംസാരിച്ച് അവസാനമായിട്ട് എന്താണ് ഡിക്ലറേഷൻ എന്ന് ഞാൻ പറയും. എന്റെ പൊന്നരുണ ഞാനെ പറ്റി ഇപ്പൊ പറയില്ല. ഞാൻ KCയെ കണ്ട് സംസാരിച്ചിട്ട് ഇനി ബാക്കി പറയുള്ളൂ. 2 ദിവസമായില്ല നിങ്ങൾ ഇങ്ങനെ ഇടങ്ങാറായി നിൽക്കുന്ന, ഞാനൊന്നും പറയാത്ത. ഇത്രയെങ്കിലും പറഞ്ഞില്ലേ? ലെറ്റ് us wait and see. ചിലപ്പോ പടച്ചോനായിരിക്കും. പടച്ചോൻ സ്ഥാനാർത്ഥിയായിട്ട് ഇറങ്ങും. യെസ്, PV അൻവറിന്റെ വാർത്താ സമ്മേളനം പൂർത്തിയാക്കിയിരിക്കുന്നു. വളരെ ചുരുക്കി പറഞ്ഞാൽ പ്രശ്നം മുഴുവൻ സതീശനോടാണ്. UDFിലേക്ക് കയറാനുള്ള വിലങ്ങുതടിയായി ഇപ്പോൾ നിൽക്കുന്നതും VD സതീശനാണ്. ഇനി KC വേണുഗോപാലിനാണ് പ്രതീക്ഷ മുഴുവൻ. KC വേണുഗോപാലിനെ നേരിട്ട് വേണുഗോപാലിനോട് സംസാരിക്കാനാണ് ശ്രമിക്കുന്നത്. KCയോടുകൂടി സംസാരിച്ച ശേഷമാണ് മത്സരിക്കാനുള്ള തീരുമാനം എടുക്കുക. മത്സരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുക. ഇനി തൽക്കാലം ആരുടെയും കാലുപിടിക്കാൻ പോകേണ്ട എന്ന നിലപാടിലാണ് താനുള്ളത്. രാജ്യത്തെ കോൺഗ്രസിന്റെ സംഘടനാ കാര്യങ്ങളിൽ മുഴുവൻ തീരുമാനമെടുക്കുന്ന ആൾ എന്ന നിലയ്ക്ക് ഇനി
KC വേണുഗോപാലിനോട് സംസാരിക്കാം എന്നതാണ് അൻവറിന്റെ ലൈൻ. VV അരുൺ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. അരുൺ, സതീശനെ കടന്നാക്രമിക്കുന്നു, പ്രതീക്ഷ വേണുഗോപാലിലാണെന്ന് പറയുന്നു. പറഞ്ഞു വരുമ്പോൾ സതീശിനേക്കാൾ പാരമ്പര്യം തനിക്ക് കോൺഗ്രസിൽ ഉണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് അൻവർ. എന്തായാലും കടുത്ത അവഗണനയാണ്. ആ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ഇപ്പൊ തൽക്കാലം ഒന്നും ചെയ്യാത്തത്. അതായത് സമ്മർദ്ദം അവസാനിപ്പിക്കുന്നില്ല, സതീശനിലേക്ക് ആക്രമണം കൂർപ്പിച്ചു വെക്കുന്നു. എന്താണ് അൻവർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? ശ്രീജ, തീർത്തും നിരാശനാണ് PV അൻവർ. അപ്പോഴും ചെറിയ പ്രതീക്ഷ KC വേണുഗോപാൽ എന്ന കോൺഗ്രസിന്റെ സംഘടനാകാര ജനറൽ സെക്രട്ടറി അദ്ദേഹം പുലർത്തുന്നു. നേരത്തെയൊക്കെ നമ്മൾ CPM-മായി തെറ്റിപ്പിരിഞ്ഞു വന്ന പിണറായി വിജയനെ മുഖം നോക്കി വെല്ലുവിളിച്ച PV അൻവറിന്റെ ഒരു ശരീരഭാഷയല്ല ഇന്ന് PV അൻവറിൽ കാണാനാകുന്നത്. പക്ഷെ അപ്പോഴും അദ്ദേഹം ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് വിടുന്നില്ല. ഇനിയും ചെറിയ പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്നു. കോൺഗ്രസിന്റെ UDF-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെയാണ് അദ്ദേഹം വെല്ലുവിളിക്കുന്നത്. അദ്ദേഹം ലക്ഷ്യം UDF പ്രവേശനവും അല്ലെങ്കിൽ UDF-മായി ഏതെങ്കിലും തരത്തിലുള്ള സഹകരണവുമാണ്. പക്ഷേ അദ്ദേഹം അപ്പോഴും അദ്ദേഹം സ്വീകരിക്കുന്ന രീതി UDF-ന്റെ ചെയർമാനെ വെല്ലുവിളിച്ചുകൊണ്ടാണ്. VD സതീശനെ കടന്നാക്രമിച്ചാണ് അൻവർ മുന്നോട്ട് പോകുന്നത്. സതീശൻ വലിയ രീതിയിൽ അവഗണിച്ചു, തന്നെ മുഖത്ത് ചെളിവാരി എറിഞ്ഞു, വസ്ത്രാക്ഷേപം ചെയ്ത് തെരുവിലിട്ടു, അവിടെ വെച്ച് വീണ്ടും മുഖത്ത് ചെളിവാരി എറിഞ്ഞു, കാലിൽ പിടിക്കാൻ പോകുമ്പോൾ മുഖത്ത് ചവിട്ടി തുടങ്ങിയ പരാമർശങ്ങളാണ് ഇന്ന് PV അൻവറിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഒരു കാര്യം വ്യക്തമാണ്, എന്താണ് തൻ്റെ മുന്നിലുള്ള വഴി എന്ന് PV അൻവറിന് വ്യക്തമല്ല. ഒരേ ഒരു വഴി മാത്രമേ അദ്ദേഹത്തിന് രാഷ്ട്രീയ ഭാവി മുന്നോട്ട് പോകാൻ ഉള്ളൂ എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. അത് UDF ആണ്. UDF-മായി ഏതെങ്കിലും തരത്തിലുള്ള സഹകരണമില്ലെങ്കിൽ PV അൻവർ തികച്ചും അപ്രസക്തനായി മാറും കേരള രാഷ്ട്രീയത്തിൽ. അത് ഇപ്പോൾ അദ്ദേഹം തിരിച്ചറിയുന്നു. കാരണം ഇടതുമുന്നണിയിലേക്ക് CPM-ലേക്ക് പോകാൻ കഴിയില്ല, BJP പാളയത്തിലേക്ക് അദ്ദേഹത്തിന് ആ രീതിയിൽ സ്വീകാര്യത ലഭിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അനുകൂല വോട്ടുകളും അദ്ദേഹത്തിന് സ്വാധീനമുള്ളതൊക്കെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് BJP എന്നത് അത്ര എളുപ്പം ചെന്ന് കയറാവുന്ന ഒരു ലാവണമല്ല. ആകെയുള്ളത് UDF ആണ്. ആ UDF ഈ രീതിയിൽ തങ്ങൾ തെളിക്കുന്ന വഴിയിലൂടെ വന്നില്ലെങ്കിൽ പുറത്തേക്ക് പോകൂ എന്ന് തന്നെ UDF നേതൃത്വം വളരെ പ്രത്യക്ഷമായി തന്നെ അൻവറിനോട് പറയുന്നു. അപ്പോൾ ഏത് വിധേനയും UDF-ൽ കയറിപ്പറ്റുക എന്നത് മാത്രമാണ് അൻവറിൻ്റെ മുന്നിലുള്ള ഇപ്പോഴത്തെ ലക്ഷ്യം. പക്ഷേ അപ്പോഴും അദ്ദേഹം സ്വീകരിക്കുന്നത് UDF-ന്റെ ചെയർമാനെ ആ രീതിയിൽ വിമർശിച്ചുകൊണ്ടുള്ള പോക്കാണ്. കുഞ്ഞാലിക്കുട്ടിയിലും ലീഗിലും അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ട്. അത് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. തൻ്റെ UDF പ്രവേശം തന്നെ ഒപ്പം പോകണം, സഹകരിക്കണമെന്ന നിലപാട് പറഞ്ഞത് തങ്ങളും അതുപോലെ PK കുഞ്ഞാലിക്കുട്ടിയുമാണ്. ആ പ്രതീക്ഷ അദ്ദേഹം ഇപ്പോഴും കൈവിടുന്നില്ല. KC വേണുഗോപാലിലും പ്രതീക്ഷയുണ്ട്. യഥാർത്ഥത്തിൽ ശരിക്കും കയ്യാലപ്പുറത്തെ തേങ്ങ എന്നൊക്കെ പറയുമ്പോൾ അവസ്ഥയിലായി മാറിയിരിക്കുന്നു PV അൻവറിന്റെ രാഷ്ട്രീയ നിലനിൽപ്പ്. UDF സതീശൻ കനിഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടാകും, അതിനപ്പുറത്തേക്ക് PV അൻവറിനെ മുന്നോട്ടുള്ള പോക്ക് ഇരുട്ടിലായിരിക്കും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മറ്റൊരു വഴിയും അദ്ദേഹത്തിന് മുന്നുണ്ടാകില്ല. അദ്ദേഹത്തിൻ്റെ പ്രധാന ശത്രു പിണറായി വിജയനും CPM-മാണ്. അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങിയാൽ അത് ഗുണമാവുക CPM-നും ഇടതു മുന്നണിക്കുമാണ്. പിണറായി വിജയനാണ്. അദ്ദേഹം എപ്പോഴും എതിർക്കുന്ന മുഹമ്മദ് റിയാസിനാണ്. അങ്ങനെ ഒരുപക്ഷെ അദ്ദേഹം ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ PV അൻവർ എത്തിയിരിക്കുന്നത്. കാരണം കോൺഗ്രസ് നേതൃത്വം ഈ വിഷയം തന്നെ വളരെ വിശദമായി ചർച്ച ചെയ്യാം.